മുമ്പ് ഞാൻ ഗൾഫീന്നവധിക്ക് വന്നപ്പം മുമ്പിലും പിമ്പിലും ആള് മുത്തായ കെട്ടിയോൾക്കും കൂട്ടുകുടുംബക്കാർക്കെന്നോട് സ്നേഹത്തിൻ ഹാല് മുമ്പ് ഞാൻ ഗൾഫീന്നവധിക്ക് വന്നപ്പം മുമ്പിലും പിമ്പിലും ആള് മുത്തായ കെട്ടിയോൾക്കും കൂട്ടുകുടുംബക്കാർക്കെന്നോട് സ്നേഹത്തിൻ ഹാല് എന്തൊരിഷ്ടമാണെന്നറിയാവോ? ഞാൻ മുമ്പ് ഗൾഫീന്ന് വന്ന എൻ്റെ പെണ്ണും പിള്ളയ്ക്ക് എന്നോടുണ്ടായിരുന്നത് എന്തൊരു സ്നേഹമാണെന്നറിയാവോ? ഞാൻ മുമ്പ് ഗൾഫീന്ന് വന്ന എൻ്റെ ബന്ധുക്കൾക്കുണ്ടായിരുന്നത്. വാപ്പ പിന്നെ വിളിക്കുന്നത് പൊന്നുമോനേന്നാ, ഉമ്മ വിളിക്കുന്നത് കരളേന്നാ, ഭാര്യ വിളിക്കുന്നത് ചക്കര വാവേന്നാ. ബന്ധുക്കളും സ്വന്തക്കാർക്കുമൊക്കെ പ്രത്യേകമായൊരു സ്നേഹമായിരുന്നു. പെട്ടെന്നൊരു നാളിൽ വിസയും തീർന്നിട്ട് ഞാനിങ്ങ് നാട്ടിലെത്തി. കെട്ടിയോൾക്കും കുട്ടിയോൾക്കും നാട്ടാർക്കും വീട്ടാർക്കും ഞാനന്ന് വേണ്ടാതായി. പെട്ടെന്നൊരു നാളിൽ വിസയും തീർന്നിട്ട് ഞാനിങ്ങ് നാട്ടിലെത്തി. കെട്ടിയോൾക്കും കുട്ടിയോൾക്കും നാട്ടാർക്കും വീട്ടാർക്കും ഞാനന്ന് വേണ്ടാതായി. പണ്ടത്തെ ഗൾഫെന്ന് പരിഹസിച്ചെല്ലാരും എന്നെ വഷളാക്കി. പണ്ടത്തെ ഗൾഫെന്ന് പരിഹസിച്ചെല്ലാരും എന്നെ വഷളാക്കി. പിന്നെ ആരും കണ്ടിട്ടും മിണ്ടുന്നില്ല. ബന്ധുക്കൾക്ക് പഴയതുപോലെ സ്നേഹമില്ല. ആങ്ങളമാരുടെ പെങ്ങന്മാര് ഫോൺ വിളിക്കുന്നില്ല. പെങ്ങന്മാരെ കെട്ടിയ അളിയന്മാര് ഫോൺ വിളിക്കുന്നില്ല. അയൽക്കാര് കമ്പനി അടിക്കാൻ വരുന്നില്ല. പിരിവുകാര് വരുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി അത് ഓൾഡ് ഗൾഫാ, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി വന്നിരിക്കുക. ഇനി അതിൻ്റെ അടുത്ത് നമ്മൾ വല്ലതും ചോദിക്കാൻ പോയാ ഒരു 5000 റുപ്യ കടം തരാവോ, 50,000 റുപ്യ കടം തരാവോ എന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് ചോദിച്ചാൽ നൊമ്പരിക്കല്ലെടാ അളിയാ, നിന്റെ പെങ്ങള് ഖദീജയെ കെട്ടിയ സുലൈമാനാ വിളിക്കുന്നത്. എനിക്കൊരു നല്ല 30,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വേണോടാ എന്ന് വിളിച്ച പറഞ്ഞ നേരത്ത് അളിയാ അടുത്ത ആഴ്ച നിനക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനതാ അടുത്ത ആഴ്ച തൊട്ടടുത്ത റൂമിൽ നിന്ന് നാട്ടിൽ പോകുന്നവന്റെ കയ്യിൽ ആ പ്രവാസിയായ സഹോദരൻ ഏതോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോയി കിടന്ന് ചോര നീരാക്കി അധ്വാനിച്ച ദീനാറുകളും ദിർഹമുകളും ഫുലൂസുകളും കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട അളിയൻ വിളിച്ചു പറഞ്ഞ ഏറ്റവും ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇന്നവൻ പൊട്ടി പാളീസായി വന്നിരിക്കുകയാ. അളിയൻ ആ പരിസരത്തോട്ട് പോലും അടുക്കുന്നില്ല. പെങ്ങളെ കാണുന്നില്ല. ഇടയ്ക്ക് പെങ്ങളെ വീട്ടിൽ പോയി ബെല്ലടിച്ചു നോക്കി, പെങ്ങള് കതവ് പോലും തുറക്കുന്നില്ല. ആരുമാരുമില്ലാത്ത ഒരു ശ്മശാന മൂകതയായിരുന്നു പെങ്ങളുടെ വീട്ടിൽ കാണാൻ കഴിഞ്ഞത്. കാരണം പെങ്ങൾക്കറിയാം ഇവൻ പൊട്ടിപ്പൊളിഞ്ഞ് പോക്കറ്റും കീറി വന്നിരിക്കുക. നമ്മുടെ അടുത്ത് വന്ന് വല്ല പൈസയും കടം ചോദിച്ചാലോ എന്ന് ചിന്തിച്ചവളും മാറി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയെത്ര ഗൾഫുകാരുടെ കഥന കഥകളാ.